الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم خذ من أموالهم صدقة تطهرهم وتزكيهم بها وصل عليهم إن صلاتك سكن لهم والله سميع عليم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി തഖ്വയുള്ളവരായി ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ അതിവേഗം നമ്മളിൽ നിന്ന് വിട്ടകന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആയുസ്സും എന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർക്കുകയും പരമാവധി നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് ഈ പരിശുദ്ധ റമദാനിൻ്റെ ഓരോ നിമിഷങ്ങളും അവൻ പൊരുത്തപ്പെടുന്ന ഏറ്റവും നല്ല രൂപത്തിൽ വിനിയോഗിക്കുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പടച്ച റബ്ബ് നിശ്ചയിച്ച ഇബാദത്തുകളും അവൻ്റെ വിധിവിലക്കുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ ധാരാളം വൈവിധ്യങ്ങൾ നമുക്കതിൽ കാണുവാൻ സാധിക്കും. അതിലെല്ലാം പലതരത്തിലുള്ള യുക്തി രഹസ്യങ്ങളുമുണ്ട്. അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ച ചില ആരാധനാ കർമ്മങ്ങൾ ശരീരം കൊണ്ട് നിർവഹിക്കുന്നവയാണെങ്കിൽ മറ്റു ചിലത് സമ്പത്ത് കൊണ്ട് നിർവഹിക്കേണ്ടതാണ്. വേറെ ചിലതാകട്ടെ സമ്പത്തും ശരീരവും ഒരുപോലെ ഇൻവോൾവ് ആകുന്ന രീതിയിലുമാണ്. നമസ്കാരവും സക്കാത്തും ഹജ്ജുമൊക്കെ അതിന് ഉദാഹരണമായി നമുക്ക്
കാണുവാൻ സാധിക്കും. അപ്രകാരം തന്നെ പടച്ചറബ് നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളതിൽ ചിലത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഉപേക്ഷിക്കുവാൻ, ത്യജിക്കുവാനുള്ള കൽപ്പനയാണ് എങ്കിൽ മറ്റു ചില സന്ദർഭങ്ങളിൽ അപ്രിയമായത് നമ്മളോട് ചെയ്യുവാനുള്ള നിർദ്ദേശവും ഉണ്ടാകും. നോമ്പിലെ പകൽ സമയത്ത് ചൂടും ദാഹവുമെല്ലാം സഹിച്ച് നമ്മൾ നോമ്പെടുക്കുന്നത് അതിന്റെ ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ചെലവഴിക്കാൻ അള്ളാഹു പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ താല്പര്യങ്ങൾക്കുപരിയായി പടച്ചറബിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ പരിഗണിക്കുന്ന വിശ്വാസികൾക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളോട്, പടച്ചറബിന്റെ കൽപ്പനകളോട് നല്ല രീതിയിൽ പ്രതികരിക്കുവാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യന്മാരിൽ പൊതുവെ ചിലർക്ക് ചിലതിൽ താല്പര്യമുണ്ടാകും, മറ്റു ചിലത് തീരെ ശ്രദ്ധിക്കാതെ അവിടെയൊക്കെ പടച്ചറബിന്റെ നിരീക്ഷണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ തന്റെ മനസ്സ് ഇഷ്ടപ്പെടുന്ന, കൊതിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ വളരെ ഉഷാറായിരിക്കും. 100 റക്അത്ത് നമസ്കരിക്കാൻ മടിയില്ലാത്ത, 100 നോമ്പെടുക്കുവാൻ മടിയില്ലാത്ത ആളുകൾ ചിലപ്പോൾ 100 രൂപ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറഞ്ഞാൽ അവിടെ അവരെ കാണുവാൻ സാധിക്കുകയില്ല. നേരെ തിരിച്ചുമുണ്ടാകും. 1000ങ്ങളും 10,000ങ്ങളും ഒക്കെ ചെലവഴിക്കുവാൻ സന്നദ്ധരാകുന്ന ആളുകളോട് 2 റക്അത്ത് നമസ്കരിക്കണമെന്ന് പറഞ്ഞാൽ, തഹജ്ജുദ് നമസ്കാരത്തിന്റെ പ്രാധാന്യവും മഹത്വവും അവരെ പഠിപ്പിച്ചാൽ, അതേപോലെ പല നല്ല കാര്യങ്ങളിലും, അപ്പോൾ എന്താണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ നിരീക്ഷണവും പടച്ചറബിന്റെ പ്രീതിയും പൊരുത്തവുമല്ല. അവരവരുടെ താല്പര്യങ്ങൾക്ക്, ഇച്ഛകൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. ഒരു യഥാർത്ഥ വിശ്വാസി അങ്ങനെയല്ല ചെയ്യേണ്ടത്. എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചതാണ്, അതുകൊണ്ട് ഞാൻ അത് അംഗീകരിക്കുന്നു, അനുസരിക്കുന്നു. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടുള്ള കൽപ്പന നമുക്കൊക്കെ അറിയാവുന്നതാണ്. വാർദ്ധക്യത്തിന്റെ അങ്ങേ അറ്റത്ത് അദ്ദേഹത്തിന് കിട്ടിയ പിഞ്ചു പൈതലിനെ അള്ളാഹു അത് നൽകിക്കൊണ്ട് പരീക്ഷിക്കുന്നു. മൂർച്ചയുള്ള കത്തി കഴുത്തിൽ വെക്കുവാൻ അള്ളാഹു നിർദ്ദേശിക്കുമ്പോൾ ആ മകനെയും കൂട്ടി പോവുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒരു നാടകം കളിക്കാനല്ല. എന്റെ റബ്ബ് എന്നോട് എന്ത് പറഞ്ഞാലും അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഇബ്രാഹിം നീ പടച്ചറബിന് കീഴ്പ്പെടണം എന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്ന് ചിന്തിച്ചാലോചിച്ച് നിൽക്കാതെ ഉടനെ പ്രഖ്യാപിച്ചു, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് ഞാനിതാ സർവസ്വവും സമർപ്പിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കുവാനും പ്രയോഗവൽക്കരിക്കുവാനും നമുക്ക് സാധിക്കണം. ചിലത് സ്വീകരിക്കുകയും മറ്റു ചിലത് വിസ്മരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ, അഹ്ലി കിതാബിലെ ഇസ്രായേലിലെ ആളുകളുടെ ഒരു സ്വഭാവമായി ഖുർആൻ എടുത്തു പറഞ്ഞതാണ്. അഫതുമിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്, വേദഗ്രന്ഥങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള ചിലത് നിങ്ങൾ അംഗീകരിക്കുകയും മറ്റു ചിലത് നിങ്ങൾ വിസ്മരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുകയാണോ എന്ന ചോദ്യം. അതുകൊണ്ട് പടച്ചറബിന്റെ ഏത് കൽപ്പനയും കൃത്യമായി പഠിക്കുവാനും ശിരസാവഹിക്കുവാനും ഞാൻ ഒരുക്കമായിരിക്കും എന്നാണ് ഒരു വിശ്വാസി നോമ്പിലൂടെ ആർജിച്ചെടുത്ത തഖ്വയെ മുൻനിർത്തിക്കൊണ്ട് പറയുവാൻ നമുക്ക് സാധിക്കേണ്ടത്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ സൂചിപ്പിക്കുന്നത് സഹോദരങ്ങളെ, നമ്മളൊക്കെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഈ നല്ലൊരു സമയത്ത് വേറെ പല കാര്യങ്ങളും ഉണ്ടായിട്ട് നമ്മൾ നേരത്തെ തന്നെ പള്ളിയിലേക്ക് വന്ന് സ്വഫിൽ ഇടം പിടിക്കുമായിരുന്നില്ല. അതേപോലെ തന്നെ റമദാനിലെ നോമ്പ് നമ്മൾ പരമാവധി എടുക്കുന്നവരാണ്. നമുക്ക് ചില ഇളവുകളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഇളവുകൾക്കിടയിൽ രോഗത്തിന്റെ യാത്രയുടെ അതല്ലെങ്കിൽ വേറെ തലത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ മാറ്റിവെച്ച് നോമ്പെടുക്കുവാൻ ശ്രദ്ധിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. എന്നാൽ ആ നോമ്പിനും നമസ്കാരത്തിനും ഇടയിൽ അള്ളാഹു കൽപ്പിച്ച അതിപ്രധാനമായ ഒരു കാര്യമുണ്ട്. അത് എന്താണെന്നറിയുമോ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ സക്കാത്തിന്റെ കാര്യമാണ്. ഇസ്ലാം കാര്യങ്ങൾ 5 എണ്ണം എണ്ണിപ്പഠിപ്പിച്ചതിൽ ഒന്ന് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലാഹ് അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, എന്റെ പ്രാർത്ഥനകളും എന്റെ ആഗ്രഹങ്ങളും എന്റെ ആശയും എന്റെ പ്രതിസന്ധികളും എന്റെ വേദനകളും എന്റെ സങ്കടങ്ങളും എന്റെ റബ്ബിന്റെ മുന്നിൽ മാത്രമേ ഞാൻ ഇറക്കി വെക്കുകയുള്ളൂ, സമർപ്പിക്കുകയുള്ളൂ എന്ന കറകളഞ്ഞ തൗഹീദിന്റെ ആശയം ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തേതാണ്. അതേപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും
ദീനായി അവിടുന്ന് പകർന്നു തന്നത് ഞാൻ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുമെന്നുള്ള മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ഭാഗവും ഇത് അംഗീകരിച്ച ഒരാൾക്ക് 5 നേരത്തെ നമസ്കാരം നിർബന്ധമാണ്. മൂന്നാമതായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഈതാഉസ് സകാത്ത്. ഈ കാര്യങ്ങൾ അംഗീകരിച്ച ആളുകൾ അവരുടെ സാമ്പത്തികമായ കഴിവനുസരിച്ച് നിർബന്ധമായും കൊടുക്കേണ്ട ആ നിർബന്ധ ദാനം സകാത്ത് കൊടുത്തു വീട്ടണം. എന്നിട്ടാണ് സൗമു റമദാൻ, റമദാൻ മാസത്തിലെ നോമ്പിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിനും ശേഷമാണ് ഹജ്ജും ഉംറയും ഒക്കെയുള്ളത്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 30-ലധികം സ്ഥലങ്ങളിൽ സകാത്തിനെ കുറിച്ച് അല്ലാഹു വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ 28 തവണയും നമസ്കാരത്തോട് ചേർത്താണ് പറയുന്നത് എന്ന് പറയുമ്പോൾ എത്രമാത്രം ഗൗരവമുള്ള സംഗതിയാ. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, റമദാനിൽ ഏറി വന്നാൽ ഒരാഴ്ചയിൽ ഒരു ഖുത്ബയിൽ ഒരു ക്ലാസ്സിൽ ഒതുങ്ങി പോവുകയാണ് സകാത്തിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ബന്ധവും പഠനവുമൊക്കെ. മറിച്ച് പലരുടെയും ധാരണ സകാത്ത് ഇസ്ലാം കാര്യങ്ങളിൽ 5-ൽ 1 5 പില്ലറുകൾ. ബുനിയൽ ഇസ്ലാമു അലാ 5. ആ 5 തൂണുകളിൽ ഒരു തൂണാണ് സകാത്ത് എന്ന് പറയുമ്പോൾ ഇസ്ലാമാകുന്ന സൗദം, ആ കെട്ടിടം യഥാർത്ഥ രൂപത്തിൽ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ, പണി പൂർത്തിയാകണമെങ്കിൽ ആ പില്ലറും ശരിയാകേണ്ടതുണ്ട്. അപ്പോൾ ആർക്കാണ് സക്കാത്ത് നിർബന്ധം? പലരും ധരിച്ചതുപോലെ കോടികളുടെ ആസ്തിയുള്ള ആളുകൾക്ക് മാത്രമാണോ? അതല്ലെങ്കിൽ അതിസമ്പന്നരെന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾക്ക് മാത്രമാണോ സക്കാത്തിന്റെ ബാധ്യതയുള്ളത്? ഇസ്ലാമികമായ പ്രമാണങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, പരിശോധിച്ചാൽ, ആ വിഷയത്തിലുള്ള പണ്ഡിതന്മാരുടെ ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും നമ്മൾ കേട്ടുകഴിഞ്ഞാൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 590 ഗ്രാം വെള്ളിയുടെ മൂല്യം, വില ഒരാളുടെ കൈവശമുണ്ടെങ്കിൽ, അഥവാ ഇന്നത്തെ കണക്കനുസരിച്ച് നോക്കിയാൽ 1 ഗ്രാം വെള്ളിക്ക് 109 രൂപയാണ്. അപ്പോൾ 109 × 590 ഏകദേശം 64,000 ചില്ലാനും രൂപ ഉണ്ടാവും. ഒരു വർഷത്തെ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങൾ കഴിച്ച് 64,000 രൂപ നമ്മുടെ കയ്യിൽ നീക്ക് ബാക്കിയുണ്ടോ, മിച്ചമുണ്ടോ? അവരൊക്കെ സക്കാത്ത് കൊടുക്കുവാൻ നിർബന്ധിതരാണ്, ബാധ്യസ്ഥരാണ്. അതിന്റെ 2.5% കൊടുത്തിരിക്കണം. അത് നമ്മുടേതല്ല, അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. അവരും ഇവരുമൊക്കെ അങ്ങനെയാണെങ്കിൽ കൊടുക്കേണ്ടതില്ല, അവരൊന്നും കൊടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഒഴിവാകുവാൻ നമുക്ക് സാധ്യമല്ല. കാരണം ആരും നമ്മുടെ കൂടെ നമ്മുടെ ഖബറിലേക്ക് കടന്നു വരാനില്ല. പരലോകത്ത് നമ്മുടെ കൂടെ ആരും ശുപാർശ പറയുവാനുണ്ടാവുകയില്ല. ഖുർആൻ പറഞ്ഞതുപോലെ വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, എല്ലാവരും, നിങ്ങൾ ഓരോരുത്തരും റബ്ബിന്റെ അടുക്കൽ ഒറ്റക്കൊറ്റക്കായിട്ടായിരിക്കും വരിക എന്ന് 19-ാം അധ്യായം സൂറത്ത് മറിയമിലെ 95-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നാട്ടിലെ സമ്പന്നരായ ആളുകളൊന്നും സക്കാത്ത് കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല എന്നാണെങ്കിൽ അവരാരും നമ്മുടെ കൂടെ ഖബറിൽ കിടക്കാനുണ്ടാവുകയില്ല. അവരാരും പടച്ചറബിന്റെ മുന്നിൽ വിചാരണയെ നേരിടുവാൻ നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല. അവരെന്നല്ല, ലാ ഔലാദ്, നമ്മുടെ മക്കൾ ഉണ്ടാവുകയില്ല. വലാ മാൽ, നാം ശേഖരിച്ചു വെച്ച, സൂക്ഷിച്ചു വെച്ച ഒരു സ്വത്തും അവിടെ സഹായത്തിനോ ഉപകാരത്തിനോ എത്തുകയില്ല. വലാ അൻസാർ, മറ്റ് സഹായികൾ, നമ്മുടെ കൂടെ എന്തിനും ഓടിയെത്തുന്ന കൂട്ടുകാരോ നമ്മുടെ ബന്ധുക്കളോ അവിടെ സഹായികളായി ഉണ്ടാവുകയില്ല. ലൈസ മഅഹു ഇല്ലാ അമലു, മറിച്ച് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ, റബ്ബിനായി സമർപ്പിച്ച ഇബാദത്തുകൾ, അത് മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹ് നമ്മളോട് പറഞ്ഞ കാര്യം, അള്ളാഹ് നൽകിയതാണ് നമ്മുടെ കയ്യിലുള്ള സമ്പത്ത്. നമ്മൾ അധ്വാനിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്, നമ്മൾ ബിസിനസ് ചെയ്തിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ അതൊക്കെ ഒരു നിമിത്തം എന്നതല്ലാതെ എത്രയോ ആളുകൾ അധ്വാനിച്ചിട്ടുണ്ട്, എത്രയോ ആളുകൾ ബിസിനസ് ചെയ്തിട്ടുണ്ട്. അവരാരും ഇതേപോലെ സമ്പന്നരായിട്ടില്ല, അവർക്ക് സമ്പത്ത് കിട്ടിയിട്ടില്ല. അപ്പൊ പടച്ചറബ് നൽകിയതാണ് എന്ന ഖുർആനിക പ്രയോഗങ്ങൾ ഓരോന്നും നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൽ നിന്ന് 50% കൊടുക്കണമെന്ന് വേണമെങ്കിൽ അള്ളാഹ്ക്ക് പറയാം, പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല. 25% കൊടുക്കണമെന്നല്ല പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വെറും 2.5%, അഥവാ 100 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 97 രൂപ 50 പൈസയുടെ കാര്യം അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ, അനുഭവിക്കുവാൻ നൽകിയ അള്ളാഹു 2.5% സംബന്ധിച്ച്, 2.5 രൂപയെ സംബന്ധിച്ച് പറഞ്ഞത് അത് നിങ്ങളുടേതല്ല എന്നാണ്. അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്, നമ്മൾ കൊടുക്കുന്ന ഔദാര്യമല്ല. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. മാത്രവുമല്ല, അങ്ങനെ നമ്മൾ കൊടുത്താലോ ഒട്ടനവധി നേട്ടങ്ങൾ നമുക്ക് നേടുവാൻ സാധിക്കും, ദുനിയാവിലും ആഖിറത്തിലും.
ഒന്ന് പടച്ചറബിനുള്ള അനുസരണവും നന്ദിയുമാണ്. അള്ളാഹു നമുക്ക് ഏറ്റിയേറ്റിത്തരും. ലഇൻ ശകർതും ലഅസീദന്നകും. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് ശുക്ർ ചെയ്യുന്നവരാണ് നമ്മളെങ്കിൽ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഓഫർ ലഅസീദന്നകും, നാം ഉറപ്പായും നിങ്ങൾക്ക് ഏറ്റിത്തരും, അധികരിപ്പിച്ചു തരുമെന്നാണ്. അപ്പൊ കൊടുത്തു എന്നുള്ളത് കൊണ്ട് കുറഞ്ഞു പോവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, മാ നഖസത് സദഖത്തുൻ മിൻ മാലിൻ, ഒരു സമ്പത്തും കുറവ് വന്നിട്ടില്ല സ്വതക്കയിലൂടെ. കൊടുത്ത ശീലമുള്ള ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവർക്ക് പലപ്പോഴും അതിന്റെ വർധനവിനെ സംബന്ധിച്ചായിരിക്കും പറയാനുണ്ടാവുക. ഒരു വർഷം 10,000 രൂപ സക്കാത്ത് കൊടുത്ത ആളാണെങ്കിൽ അടുത്ത തവണ 10,001 എന്നല്ലാതെ 9,099 താഴെ വരുന്ന ചരിത്രം വളരെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് കൊടുത്തോളൂ, അള്ളാഹു അധികരിപ്പിച്ചു തരും. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പടച്ചറബിന്റെ തൃപ്തിയും പ്രതിഫലവും നമുക്ക് കിട്ടും. ദുനിയാവിൽ കിട്ടുന്നതിന് പുറമെ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പരിഗണിച്ച നന്ദിയുള്ള അടിമ എന്നുള്ള നിലയിൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും നമുക്ക് നൽകുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഒരു കാരക്കച്ചുളയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതെങ്കിൽ, അതല്ലെങ്കിൽ ചെറിയ ഒരു വസ്തുവാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല മനസ്സോടുകൂടി അയാൾ കൊടുത്തതെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കും, എന്നിട്ട് അതിനെ വളർത്തി വലുതാക്കും. ഒരു കാരക്കച്ചുള ഉഹദ് മലയോളം വലുതായ രീതിയിൽ അള്ളാഹു നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരും എന്ന് പറയുമ്പോൾ ആ പടച്ചറബിന്റെ പ്രീതിയും തൃപ്തിയും പ്രതിഫലവും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ പരീക്ഷയിൽ നമ്മൾ തോറ്റുപോകുവാൻ പാടില്ല. അതേപോലെ തന്നെ അതിന്റെ വർധനവും പരിപോഷണവും, സക്കാത്ത് എന്നുള്ള പദം തന്നെ അറിയിക്കുന്നത് വർധനവ്, വിശുദ്ധി, പരിപോഷണം എന്നൊക്കെയാണ്. ആത്മീയവും മാനസികവുമായ വിശുദ്ധിയുണ്ട്, ഭൗതികമായ വിശുദ്ധിയും വളർച്ചയും അതിലുണ്ട്. അതൊക്കെ വിശദമായി തന്നെ നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്ന സംഗതിയാണ്. അതേപോലെ നമ്മൾ ആത്മാർത്ഥമായി അള്ള നൽകിയതിൽ നിന്നൊരു വിഹിതം അള്ള ഇഷ്ടപ്പെടുന്ന വഴിക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പിശുക്കിന്റെയും അതേപോലെയുള്ള അഹങ്കാരത്തിന്റെയും ദുശ്ചിന്തകളൊക്കെ മാറ്റി മനസ്സ് സംശുദ്ധമാവുകയും നമ്മുടെ സമ്പത്തുകൂടി ശുദ്ധീകരിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. സമൂഹത്തിലാകട്ടെ ധാരാളം നന്മകൾ ഉണ്ടാകും. ഉള്ളവരോട് ഇല്ലാത്തവർക്കുള്ള ശത്രുതയും അസൂയയും ഒക്കെ മാറാൻ അവർക്കുണ്ടെങ്കിൽ എന്താ, അവന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ പട്ടിണി കിടക്കേണ്ട അവസ്ഥയില്ലാതിരുന്നത്, ഞാൻ രോഗിയായപ്പോൾ ചികിത്സിക്കുവാൻ അയാളല്ലേ എന്നെ സഹായിച്ചത്. ഇങ്ങനെയുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടാകുമ്പോൾ സമ്പന്നരോട് പാവപ്പെട്ട ആളുകൾക്ക് ഈർഷ്യതയും ശത്രുതയും വൈരാഗ്യവും അസൂയയും ഒന്നും ഉണ്ടാവുകയില്ല. ദാരിദ്ര്യ നിർമാർജനത്തിനു കൂടി അത് ഏറെ ഉപകാരപ്രദമായ സംഗതിയാണ്. ഇങ്ങനെ ഒട്ടേറെ നന്മകൾ, നേട്ടങ്ങൾ, സക്കാത്ത്, സദഖ എന്നീ കാര്യങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൽ കൃത്യമായ രീതിയിൽ അള്ളാഹു പറഞ്ഞതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അത് പ്രയോഗവൽക്കരിച്ചാൽ ധാരാളം നേട്ടങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകും. ഇനി അത് കൊടുക്കാതെ പിശുക്ക് കാണിച്ച് ആരെങ്കിലും എടുത്തു വെക്കുകയാണെങ്കിലോ സഹോദരങ്ങളെ, എത്രയാണ് നമുക്ക് അതിൽ നിന്ന് അനുഭവിക്കുവാൻ സാധിക്കുക? അള്ള കണക്കാക്കാത്ത ഒരു വറ്റ് പോലും, ഒരു നയാ പൈസ പോലും അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും നമുക്ക് സാധിക്കുകയില്ല. നാം ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്കെത്തും എന്ന് ആർക്കാണ് ഗ്യാരണ്ടി ചെയ്യുവാൻ സാധിക്കുക? നമ്മൾ ആവേശത്തോടുകൂടി പറയുന്ന, ചലിപ്പിക്കുന്ന കയ്യും കാലും നാവുമൊക്കെ ഒന്ന് കുഴഞ്ഞു പോയാൽ, സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ, അറ്റാക്ക് എന്ന് പറഞ്ഞ് പല പേരിലും ആളുകളും ഡോക്ടർമാരും ഒക്കെ വിധി എഴുതും. നമ്മുടെ കയ്യിലുള്ള ലക്ഷങ്ങളും കോടികളും കെട്ടിച്ചുമന്നുകൊണ്ട് ഹോസ്പിറ്റലിന്റെ ബില്ലടക്കുന്ന കൗണ്ടറിൽ നമ്മൾ ക്യൂ നിന്നാൽ പോലും അതിനൊന്നും പകരമാവുകയില്ല. പടച്ചറബിന്റെ തൗഫീഖില്ലെങ്കിൽ നമ്മൾ എത്ര വലിയ മില്യണർ ആയിരുന്നാലും, കോടികളുടെയും അതേപോലെ തന്നെ അതിന്റെ എല്ലാം അപ്പുറത്ത് സമ്പത്തുള്ള ആളുകളായിരുന്നാലും ദുനിയാവിൽ തന്നെ അതൊന്നും നമുക്ക് ഉപകരിക്കാതെ പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകം കണ്ട ഏറ്റവും വലിയ ധനാഢ്യനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ചരിത്രം അതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഖാറൂൻ എന്ന് പറയുന്ന മുതലാളി, അയാളുടെ സമ്പത്തിന്റെ വ്യാപ്തിയും അതിന്റെ വലിപ്പവും എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ 28-ാം അധ്യായം സൂറത്തുൽ ഖസസിന്റെ അവസാന ഭാഗത്ത് നമുക്ക് വായിക്കുവാൻ സാധിക്കും, മാ ഇന്ന മഫാത്തിഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ. അയാളുടെ സമ്പത്ത് ഒരു വലിയ ശക്തമായ ബറ്റാലിയൻ യുവാക്കൾ, ചുവന്നാൽ എടുത്താൽ പൊന്താത്തത്ര സമ്പത്തുണ്ടായിരുന്നു എന്നല്ല, സമ്പത്ത് ശേഖരിച്ചിട്ടുള്ള ലോക്കറുകളുടെ താക്കോലുകൾ കൂട്ടിയിട്ടാൽ
ഒരു സംഘം ആളുകൾക്ക് ഏറ്റാൻ മാത്രമുണ്ടായിരുന്നു ആ താക്കോൽ കൂട്ടങ്ങൾ. അപ്പോൾ ആ സമ്പത്തിന്റെ വലിപ്പം എത്രയായിരിക്കും? പക്ഷേ അയാൾക്ക് പോലും ആ സമ്പത്ത് ഉപകരിച്ചില്ല. കാരണം അള്ളാഹു നൽകിയ സമ്പത്തിനെ സംബന്ധിച്ച് പടച്ചറബ് നൽകിയതാണ് എന്നുള്ള വസ്തുത മറന്നുകൊണ്ട് അയാൾ അഹങ്കരിച്ച് പലതും പറഞ്ഞു. ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എന്റെ അറിവ് കൊണ്ട്, എന്റെ സാമർത്ഥ്യം കൊണ്ട് എനിക്ക് കിട്ടിയതാണ് എന്ന് അയാൾ അഹങ്കാരത്തോടുകൂടി പറഞ്ഞു. അള്ളാഹു കൊടുത്തു പണി ദുനിയാവിൽ തന്നെ. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്, അയാൾ കെട്ടിയുണ്ടാക്കിയ കൊട്ടാരം, ആ വീടടക്കം അയാളെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്നാണ് സൂറത്ത് ഖസസിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ ആപത്തുകൾ, അപകടങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ എന്തും പടച്ചറബ് നിശ്ചയിച്ചാൽ നമ്മൾ സമ്പാദിച്ചു വെച്ചിട്ടുള്ള നയാ പൈസ പോലും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കാതെ വേദനകൾ കടിച്ചിറക്കി മരുന്ന് കുത്തിക്കയറ്റുന്നതിന്റെ പൈസയായി നമ്മൾ ഹോസ്പിറ്റലുകളിലേക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ള ഗൗരവതരമായ സംഗതി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വരൾച്ചയും ദാരിദ്ര്യവും അത്തരം ആളുകൾക്കുണ്ടാകും. മാ മനഅ ഖൗമുനി സകാത ഇല്ല ബതലാഹുമുല്ലാഹു ബിസ്സിനീൻ, ആരെങ്കിലും സകാത്ത് കൊടുക്കാതെ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവരെ വരൾച്ച കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കാതിരിക്കുകയില്ല എന്ന്. സഹോദരങ്ങളെ, ഇനിയും അതിന്റെ ദൂഷ്യം, അതിന്റെ അപകടങ്ങൾ, ഒന്ന് പടച്ചറബ് സമ്പത്ത് നൽകിയ റബ്ബിനോടുള്ള നന്ദിക്ക് പകരം നന്ദികേടും ധിക്കാരവും അനുസരണക്കേടുമാണ് അതിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പടച്ചറബിന്റെ വെറുപ്പ് അത്തരം ആളുകൾക്കുണ്ടാകുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഓരോ ദിവസവും അള്ളാഹുവിന്റെ 2 മലക്കുകൾ നമ്മുടെ കൂടെ നടക്കാൻ വേണ്ടി രാവിലെ ഓരോ പ്രഭാതത്തിലും ഇറങ്ങി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതിൽ ഒരു മലക്ക് പറയും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അള്ളാഹുവെ, നന്മക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾക്ക് നീ ശേഷിപ്പ് നൽകണമേ, ഇനിയും അയാൾക്ക് നൽകണേ എന്ന് അനുകൂലമായി പ്രാർത്ഥിക്കും. മറ്റൊരു മലക്ക് പറയുന്നത്, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന ലുബ്ധന്മാർക്ക്, പിശുക്കന്മാർക്ക് നീ നാശം വരുത്തണേ, നശിപ്പിച്ചു കളയണേ എന്നായിരിക്കും മലക്കിന്റെ പ്രാർത്ഥന. അപ്പൊ പടച്ചറബിന്റെ മലായിക്കത്തുകൾ അനുകൂലമായി പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലാകാൻ, എതിരിൽ പ്രാർത്ഥിക്കുന്ന ആ ദുആ നമുക്ക് എതിരിൽ വരാതിരിക്കാൻ അള്ളാഹ് പറഞ്ഞതുപോലെ സക്കാത്തും സദഖയും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പടച്ചറബിന്റെ ശിക്ഷ ദുനിയാവിൽ എങ്ങനെയെല്ലാം ഉണ്ടാകും. മറ്റൊരു ഹദീസിൽ കാണാം, മാ ഖാലതത്തിസ് സകാത്തു മാലൻ ഖത്തു ഇല്ലാ അഹ്ലകതുഹു, നമ്മുടെ കയ്യിൽ സകാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട നിർബന്ധമായ ഒരു സമ്പത്ത്, ഒരു വിഹിതം നമ്മൾ അത് കൊടുക്കാതെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് സമ്പത്തുകളുമായി ആ സമ്പത്തിന്റെ സക്കാത്ത് അന്യരുടെ വിഹിതമായ, അർഹമായ, അവരുടെ അവകാശമായ ആ വിഹിതം കൂടിക്കലർന്നാൽ ഇത് അതിനെ നശിപ്പിച്ചു കളയും. അഥവാ നഞ്ചാണ്, അല്ലെങ്കിൽ വിഷമാണ് എന്നർത്ഥം. പാവപ്പെട്ടവന്റെ അവകാശം അത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ശുദ്ധമായ സമ്പത്തിനെ കൂടി അത് മലീമസമാക്കി നശിപ്പിച്ചു കളയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ആ ഹദീസിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി പരലോകത്ത് വന്നാലോ, വ്യത്യസ്തങ്ങളായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട്. മൻ ആതാഹുല്ലാഹു മാലൻ ഫലം യുഅദ്ദി സകാതഹു, അള്ളാഹു ഒരാൾക്ക് സമ്പത്ത് കൊടുത്തു, എന്നാൽ അയാൾ അയാളുടെ സക്കാത്ത് കൃത്യമായി കണക്ക് നോക്കി അത് കൊടുത്തിട്ടില്ല എങ്കിൽ മുസ്സില ലഹു യൗമൽ ഖിയാമത്തി ശുജാഅൻ അഖറ, കാളസർപ്പം, വളരെയധികം പ്രായമുള്ള, വിഷം അങ്ങേയറ്റം അടുത്തുകൂടെ പോയാൽ വിഷം തീണ്ടുന്ന രീതിയിൽ വലിയ ഒരു ഉഗ്ര സർപ്പമായി ആ സമ്പത്തിനെ അള്ളാഹു മാറ്റി അയാളുടെ കഴുത്തിൽ ചാർത്തി കൊടുക്കുമെന്ന്. ലഹു സബീബത്താൻ, അതിന് 2 തേറ്റകൾ ഉണ്ടാകും. യുതവ്വിഖുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ വലിയ സർപ്പം അയാളുടെ കഴുത്തിൽ ചുറ്റും. സുമ്മ യഖുദുഹു ബിലഹ്സമതൈഹി, എന്നിട്ട് അയാളുടെ വായിലേക്ക്, അയാളുടെ 2 കവിളുകളിലേക്ക് അത് ആഞ്ഞുകൊത്തും, വലിച്ചു കീറും. വയഖൂലു ലഹു അന മാലുക അന കൻസുക, എന്നിട്ട് അയാളോട് വിളിച്ചു പറയും, ഞാനാണ് നിന്റെ സമ്പത്ത്, ഞാനാണ് നീ ശേഖരിച്ചു വെച്ച നിധിശേഖരം, നിനക്ക് തന്നെ അനുഭവിക്കാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് കൂടി ഓതി. ഹദീസിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ആയത്തിന്റെ പിൻബലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ആൽ ഇംറാനിലെ 180-ാമത്തെ ആയത്ത് ഓതി. എന്താണ് ആയത്തിലുള്ളത്? വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുല്ലാഹു മിൻ ഫദ്ലിഹി ഹുവ ഖൈറൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും.
വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുല്ലാഹു മിൻ ഫളലി. അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് നൽകിയിട്ട് അത് ചെലവഴിക്കാതെ പിശുക്കി പിടിച്ചു വെക്കുന്ന ആളുകൾ ഒരിക്കലും കരുതേണ്ടതില്ല, കണക്ക് കൂട്ടേണ്ടതില്ല, ഹുവ ഖൈറൻ ലഹും, അവർക്കത് ഖൈറാണ് എന്ന്. എല്ലാവരും 1000ങ്ങളും 10,000ങ്ങളും കൊടുത്തപ്പോ ഞാനൊന്നും കൊടുത്തില്ല, ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ വിളവ് കാണിച്ചു, മിടുക്കനായി, സമർത്ഥനായി എന്ന് ചിലപ്പോൾ മനസ്സിൽ മന്ത്രിക്കുന്നുണ്ടാകും പിശാച്. പക്ഷെ അള്ള പറഞ്ഞത് അതവർക്ക് ഖൈറല്ല കേട്ടോ, അത് ഷർറാണ്. ബൽ ഹുവ ശർറുൻ ലഹും സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ. അവരെടുത്തു വെച്ച, പിശുക്ക് കാണിച്ചു വെച്ചത് അള്ളാഹു കഴുത്തിൽ ചാർത്തിക്കൊടുക്കും എന്ന് ഈ ആയത്ത് ഹദീസ് പറഞ്ഞതിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തോതുകയാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന വളരെ പ്രബലമായ ഹദീസാണ്. സ്വഹീഹ് മുസ്ലിമിൽ മറ്റൊരു ഹദീസ് കാണാൻ കഴിയും. മാ മിൻ സ്വാഹിബി ദഹബിൻ വലാ ഫില്ല. സ്വർണവും വെള്ളിയും അഥവാ നാണയങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുള്ള ആളുകൾ ലാ യുഅദ്ദി ഹഖ്ഖഹ, അതിന്റെ അവകാശങ്ങൾ, ബാധ്യതകൾ, അതിന്റെ സക്കാത്ത്, സ്വതക്ക ഒന്നും കൊടുക്കാതെ പിശുക്കി പിടിച്ചു വെച്ച ആളുകൾ ഇല്ലാ ജുഇലത് ലഹു യൗമൽ ഖിയാമത്തി സഫാഇഹ. ആ സ്വർണവും വെള്ളിയും സമ്പാദ്യവും ഒക്കെ നീളമുള്ള തകിടാക്കി, ഷീറ്റ് കണക്കെ ആക്കി അള്ളാഹു അതിനെ മാറ്റും. എന്നിട്ട് സുമ്മ ഉഹ്മിയ അലൈഹാ ഫീ നാരി ജഹന്നം. ഈ ദുനിയാവിലെ സർവമാന ചൂടിനേക്കാൾ 70 ഇരട്ടി ചൂട് വരുന്ന നരകത്തിന്റെ തീയിൽ അത് ചുട്ടുപടിപ്പിച്ച് ചുവപ്പിച്ച് ഫയുഖ്വാ ബിഹാ ജംബുഹു വജബ്ഹതുഹു വലഹുറു. എന്നിട്ട് അയാളുടെ മുതുകിലും നെറ്റിയിലും പാർശ്വഭാഗങ്ങളിലും മുതുകിലുമെല്ലാം അതുകൊണ്ട് ചൂടുവെക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതിനും ആയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്ത് തൗബയിലെ 34-ാമത്തെ ആയത്തിൽ വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫില്ല. സ്വർണവും വെള്ളിയും ചെലവഴിക്കാതെ ശേഖരിച്ചു വെക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് അല്ലാഹ് പറയാൻ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. വേദനയേറിയ ശിക്ഷയുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അവരെ അറിയിക്കുക. അവർക്ക് സന്തോഷം കിട്ടാൻ ഒന്നും പറയാനില്ല. അപ്പോ ഒരു പരിഹാസ ശൈലിയിൽ അല്ലാഹ് പറയാൻ യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം. നരകത്തിന്റെ ജഹന്നമിന്റെ തീയിൽ വെച്ച് അത് ചൂടുവെപ്പിക്കും. ഫതുഖ്വാ ബിഹാ ജിബാഹുഹും. എന്നിട്ട് അവരുടെ നെറ്റിത്തടങ്ങളിൽ ആ ചുട്ടുപഴുത്ത സ്വർണവും വെള്ളിയും കൊണ്ട് അവരെ ചൂടുവെപ്പിക്കും. വജുനൂബുഹും, അവരുടെ പാർശ്വഭാഗങ്ങളിൽ, വളുഹൂറുഹും, അവരുടെ മുതുകുകളിൽ. ഹാദാ മാ കനസ്തും ലിഅൻഫുസികും. ഇത് നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചതാണ്. ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. ആര് വന്ന് ചോദിച്ചിട്ടും, പള്ളിയുടെ ആവശ്യത്തിന് വന്നിട്ട്, പാവപ്പെട്ട രോഗികളുടെ ചികിത്സയുടെ ആവശ്യങ്ങളുമായി കൈനീട്ടി വന്നിട്ട് എന്ന് വേണ്ട സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആവശ്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും അതിനോടൊക്കെ പുറംതിരിഞ്ഞ് പിശുക്ക് കാണിച്ച് നിന്ന നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചതല്ലേ, ദാ നിങ്ങൾ തന്നെ ആസ്വദിച്ചോ, അനുഭവിച്ചോ എന്ന് പറഞ്ഞ് മലക്കുകൾ പരിഹസിക്കുന്ന ആ മോശമായ അവസ്ഥയിലേക്ക് എത്തുമെന്നാണ് ഖുർആൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ആയത്ത് കേൾക്കുമ്പോൾ സ്വഹാബത്തിനുണ്ടായിരുന്ന മാറ്റം കൂടി നമ്മൾ ഓർക്കണം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പേടിച്ചു ഈ ആയത്ത് കേട്ടപ്പോൾ. തന്റെ കയ്യിലുള്ള സമ്പത്ത് പരലോകത്ത് നരകത്തിലിട്ട് പഴുപ്പിച്ച് ഇതുപോലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ, താങ്ങാനാകാത്ത വേദന കൊണ്ട് പുളയുന്ന ആ ഒരു പ്രയാസം എനിക്കുണ്ടാകുമോ എന്ന് പേടിച്ചുകൊണ്ട് അവർ തന്നെ പറയാണ്, കുൻതു അൽബസു ഔളാഹം മിൻ ദഹബിൻ. ഞാൻ സ്വർണ്ണാഭരണം ധരിക്കുന്ന പെണ്ണായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അകൻസുൻ ഹുവ, എന്റെ കയ്യിലുള്ള ഈ ആഭരണങ്ങൾ സക്കാത്ത് കൊടുക്കാത്തതിന്റെ പേരിൽ നാളെ പരലോകത്ത് കൻസായി, നിധിശേഖരമായി ശിക്ഷ വെപ്പിക്കുന്ന ആ അവസ്ഥയിൽ ഉണ്ടാകുമോ? അപ്പൊ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇന്ന് പല മുസ്ലിയാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ആഭരണത്തിൻ്റെതാണെങ്കിൽ കൊടുക്കണ്ടെന്നാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബലഗ അൻ തുഅദ്ദാ സകാതുഹു ഫസുക്കിയ ഫലൈസ ബികൻസ്. സകാത്ത് കൊടുക്കുവാൻ ബാധ്യതപ്പെട്ട നിസാബ്, അതിന്റെ പരിധി എത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ കോലത്തിലല്ല. അല്ലെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? സകാത്ത് കൊടുക്കേണ്ട നിസാബെത്തി. സ്വർണത്തിനാണെങ്കിൽ ഒരു 10-10.5 പവൻ പൊന്ന് നമ്മുടെ കയ്യിലുണ്ട്, ആഭരണമുണ്ട്. എന്നിട്ട് അതിന്റെ 2.5% കൊടുക്കാതെ 15, 20, 50 ഒക്കെ പവൻ വീടുകളിലും ലോക്കറുകളിലും കഴുത്തിലും കാലിലുമൊക്കെ കെട്ടിത്തൂക്കി നടക്കുന്ന സഹോദരിമാർ ഗൗരവത്തോടു കൂടി ആലോചിക്കണം, അതിന്റെ സക്കാത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ
ആ ആഭരണങ്ങൾ പരലോകത്ത് നരകത്തിൽ ചൂടുവെപ്പിച്ചുകൊണ്ട് നമ്മെ കൊണ്ട് അതിന്റെ വേദന തീറ്റിച്ച് അള്ളാഹു നമ്മെ നിർത്തുകയുള്ളൂ എന്നുള്ള ഗൗരവതരമായ ചിന്ത നമ്മെ പിടികൂടേണ്ടതുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഭരണങ്ങളല്ലേ ഉപയോഗിക്കുന്നതല്ലേ, കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ പറയുന്ന മസ്അലകൾക്കും ന്യായങ്ങൾക്കും ഒക്കെ എന്തെങ്കിലും ഒരു ന്യായം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ കഴുത്തിലും അതേപോലെ കാലിലും കയ്യിലും ഒക്കെയായി നിങ്ങൾ അണിയുന്ന ആഭരണങ്ങളാണെങ്കിലും, നിങ്ങളുടെ വീടുകളിൽ എടുത്തു വെച്ചിട്ടുള്ള ലോക്കറുകളിൽ ഇരിക്കുന്ന ആഭരണങ്ങളാണെങ്കിലും, അലമാരകളിൽ വിശ്രമിക്കുന്ന ആഭരണങ്ങളാണെങ്കിലും, അത് 10.5 പവനുണ്ടോ അതിന്റെ 2.5%, 15 പവനുണ്ടെങ്കിൽ 10.5 കഴിച്ചിട്ടുള്ളതിനല്ല, 15 പവന്റെയും 2.5% സക്കാത്ത് കമ്മിറ്റിയെ ഏൽപ്പിക്കുക എന്നത് നിങ്ങളുടെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ എല്ലാ ശിക്ഷയും അപകടങ്ങളും നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ദുനിയാവിൽ ഒരു രോഗം വന്നാൽ തീർന്നു, അത് പരലോകത്തതിന്റെ ശിക്ഷ കൂടി നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന ഗൗരവതരമായ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന നമ്മൾ, നോമ്പിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ച നമ്മൾ, അതിന്റെ ഇടയിൽ പടച്ചിറപ്പ് പറഞ്ഞ സക്കാത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ പോകരുത്. റഹ്മാനായ റബ്ബ് ദീനിയായ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും അള്ളാഹു പൊരുത്തപ്പെടുന്ന രീതിയിൽ അത് ജീവിതത്തിൽ അനുഷ്ഠിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സക്കാത്തിന്റെ പ്രാധാന്യവും ഗൗരവവുമാണ് ചെറിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. ആ സക്കാത്ത് നമ്മൾ എങ്ങനെ കൊടുക്കണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ആകെയുള്ള സമ്പത്തിന്റെ, അത് പൈസയാണ് എങ്കിലും അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള സ്വർണവും വെള്ളിയും അങ്ങനെയുള്ള സംഗതികളാണെങ്കിലും ഒക്കെ മൊത്തം കണക്കുകൂട്ടി അതിന്റെ 2.5% ഇങ്ങനെ കൃത്യമായി നമ്മൾ കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ്. അത് ആർക്ക് കൊടുക്കണം? ഏതെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് റെസിപ്റ്റും അതേപോലെ തന്നെ പിരിവുമൊക്കെയായി വരുന്ന എല്ലാവർക്കും കൊടുത്ത് റെസിപ്റ്റ് എഴുതിയാൽ സക്കാത്തിന്റെ വിഹിതം വീടുമോ? അതല്ലെങ്കിൽ കൈനീട്ടി വരുന്ന ആർക്കും നമ്മൾ 100ഉം 500ഉം 1000ഉം ഒക്കെ കൊടുത്ത് വീട്ടേണ്ടതാണോ സക്കാത്ത്? അങ്ങനെയല്ല. സക്കാത്തിന്റെ അവകാശികളെ സംബന്ധിച്ച് പടച്ചിറപ്പ് വളരെ കൃത്യമായി 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 60-ാമത്തെ ആയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പോയി ഖുർആൻ പരിഭാഷ തുറന്നു നോക്കിയാൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന 8 വിഭാഗം ആളുകളുണ്ട്. ആ വിഭാഗങ്ങൾക്കേ സക്കാത്തിന്റെ സമ്പത്ത് അർഹതയുള്ളൂ, കൊടുക്കാൻ പാടുള്ളൂ. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, അതിൽ യത്തീംഖാനയില്ല, അതിൽ പള്ളി നിർമ്മാണത്തിന്റെ വകുപ്പില്ല. പള്ളി പരിപാലനത്തിന് വേണ്ടി കൊടുക്കുന്നത് സക്കാത്തിൽ ഉൾപ്പെടുത്തുവാൻ അവകാശമില്ല. എന്നിട്ടല്ല ചാനൽ പ്രവർത്തനങ്ങൾക്കും പത്രപ്രവർത്തനങ്ങൾക്കും ഒക്കെ സക്കാത്തിന്റെ വിഹിതം വാങ്ങിക്കൊണ്ടുപോകുവാൻ ദീനിയായ അവകാശമുണ്ടാവുക. പല ആളുകളും അതിനെ നീട്ടിവലിച്ചു കൊണ്ടുപോകുന്നത് വഫീ സബീലില്ല എന്ന് അള്ളാഹു പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ മാർഗത്തിൽ. അപ്പൊ ഈ പറഞ്ഞതൊക്കെ അള്ളാഹുടെ മാർഗത്തിലല്ലേ? ഫക്കീറും മിസ്കീനും ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. മാത്രമല്ല, അറബി ഭാഷ അറിയുന്ന ഖുർആന്റെ ശൈലി മനസ്സിലാക്കിയിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് 2 ഖാസുകൾക്കിടയിൽ ഒരു ആം ഉണ്ടാവുകയില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഓരോന്നും ഖുർആനിലെ പ്രയോഗങ്ങൾ ഇന്നമസ്സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ, ഫക്കീറും മിസ്കീനും വളരെ നേർത്ത ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അഥവാ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആൾ ആ ബുദ്ധിമുട്ട് അറിയിക്കാതെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആളും, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടെങ്കിൽ ആളുകളോട് പറഞ്ഞു ചോദിക്കുന്ന ആളും, ഇത് രണ്ടും സ്പെസിഫൈ ചെയ്ത് വേറെ വേറെ അള്ളാഹു പറഞ്ഞു. അതാണ് ഖാസ് എന്ന് പ്രത്യേകം പറഞ്ഞു. ഈ 8 വിഭാഗങ്ങളും ഇതുപോലെ പ്രത്യേകമാണ്. അതിൽ ഒന്ന് മാത്രം ആമായി വ്യാപകമായ അർത്ഥത്തിൽ ഖുർആനിന് പരിചയമില്ലാത്ത ശൈലിയാണ്, അറബി ഭാഷയിൽ പരിചയമില്ലാത്ത ശൈലിയാണെന്ന്. അതുകൊണ്ട് തന്നെ വഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന് പറയുന്നതിനെ അങ്ങ് നീട്ടി വലിച്ച് എല്ലാ വിഭാഗത്തിലേക്കും കൊണ്ടുപോകുന്ന സംഘടന വളർത്തുവാനും
സ്വാർത്ഥ താല്പര്യങ്ങളുടെ പിന്നാലെയുമൊക്കെ സക്കാത്തിന്റെ ഫണ്ട് കൊണ്ടുപോകുന്ന ആളുകൾ പടച്ചവനെ പേടിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം കൊടുക്കാൻ. അതേപോലെ ഖുർആനിന്റെ ഹദീസുകളുടെ ഒക്കെ പരാമർശങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ വ്യക്തിക്ക് നേരിട്ട് കൊടുക്കുന്ന രീതിയല്ല പ്രമാണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. മറിച്ച് വ്യക്തികളിൽ നിന്ന് ശേഖരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, തുഖദു മിൻ അഗ്നിയാഇഹിം, അവരിലെ സമ്പന്നരിൽ നിന്ന് ശേഖരിച്ചടക്കണം. ഫതുറദ്ദു അലാ ഫുഖറാഇഹിം, അവരിലെ പാവപ്പെട്ടവരിലേക്ക് തിരിച്ചു പോകണം. അപ്പൊ ശേഖരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഖുർആനും അത് തന്നെയാണ് പഠിപ്പിച്ചത്. 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 60-ാമത്തെ ആയത്ത് ഞാൻ പറഞ്ഞല്ലോ. ആ 8 വിഭാഗങ്ങളിൽ അള്ളാഹ് എണ്ണിയ ഒരു വിഭാഗം ഏതാണ്? വൽ ആമിലീന അലൈഹ, സക്കാത്തിന്റെ ശേഖരണ വിതരണ ഉദ്യോഗസ്ഥന്മാർ. അപ്പൊ ശേഖരണവും വിതരണവും ഇല്ല, പൈസ ഉള്ള ആള് പാവപ്പെട്ട ആളുകൾക്ക് നേരിട്ട് അങ്ങോട്ട് കൊടുക്കുന്ന രീതിയാണെങ്കിൽ വൽ ആമിലീന അലൈഹ എന്ന വാക്കിന് എന്താ പ്രസക്തിയുള്ളത്? അതേപോലെ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്ത് തൗബയിലെ തന്നെ സക്കാത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹ് പറഞ്ഞ ആയത്ത് 103-ാമത്തെ വചനം, ഖുദ് മിൻ അംവാലിഹിം സദഖ, പ്രവാചകരെ താങ്കൾ അവരിൽ നിന്ന് നിർബന്ധമായ ദാനം പിടിച്ചു വാങ്ങണമെന്നാണ്, സ്വീകരിക്കണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സക്കാത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നത്, സക്കാത്തിന്റെ ആനുകൂല്യം പറ്റാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവകാശമില്ല എന്നത് ഇസ്ലാമിന്റെ ബാലപാഠമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങിച്ചത് എന്തിനാ? സ്വന്തം ഉപയോഗിക്കാനല്ല, പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ശേഖരിച്ച് വിതരണം ചെയ്യുക എന്ന സംഗതി അതൊരു ജൂതന്റെ ഏർപ്പാടായി മുസ്ലിയാക്കന്മാർ ആരൊക്കെ പറഞ്ഞാലും ദീനീ പ്രമാണങ്ങൾ, ദീനിനെ പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കുന്ന മനസ്സിലാക്കുന്ന ആർക്കും അത് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല. കാരണം പല ആളുകളുടെയും സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി അവരുടെ താല്പര്യങ്ങൾ മുടങ്ങിപ്പോകുമെന്നുള്ളത് കൊണ്ടാണ് സംഘടിത സക്കാത്തിനെ അവരൊക്കെ എതിർക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഓരോ മഹല്ലിലും ഇസ്ലാം പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ച ഫലപ്രദവും ശാസ്ത്രീയവുമായ രീതിയിൽ സക്കാത്ത് സെല്ലുകൾ, സക്കാത്ത് കമ്മിറ്റികൾ ഫോം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത സമീപ ഭാവിയിൽ തന്നെ എല്ലാ മഹല്ലിലും ഒരൊറ്റ മുസ്ലിമും പട്ടിണിയിൽ കിടക്കുന്ന, വീടില്ലാതെ കിടക്കുന്ന, രോഗിയായി ചികിത്സിക്കുവാൻ പണമില്ലാതെ കിടക്കുന്ന ഒരു ദാരിദ്ര്യത്തിന്റെ അവസ്ഥ ഇല്ലാതെയാക്കുവാൻ നമുക്ക് സാധിക്കും. ഇൻഷാ അല്ലാഹ് നമ്മൾ ആത്മാർത്ഥമായി അതിനെ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ചിലരുടെ കെടുകാര്യസ്ഥതയും സ്വാർത്ഥതയും ദുർവിനിയോഗവും ഒക്കെ മുസ്ലിം ഉമ്മത്തിനെ അത്തരം സംവിധാനങ്ങളിൽ നിന്ന് അകറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു പരിധിവരെ ശരിയായിരിക്കാം. പക്ഷേ അതിന്റെ പേരിൽ ആ നന്മകളെ നമ്മൾ പാടയില്ല എന്ന് വെക്കരുത്. കേടുകൾ തീർത്ത് ഏറ്റവും നല്ല രീതിയിൽ സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും നല്ലത് തോന്നിപ്പിക്കുകയും നന്മയിലൂടെ മുന്നേറുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട കുറെ ബാധ്യതകളൊക്കെ അൽഹംദുലില്ലാ തീർക്കുവാൻ സാധിച്ചതായി നമ്മളോട് ഇതിന്റെ ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, ഇതിന്റെ പരിപാലനങ്ങളുമായി സഹകരിച്ച എല്ലാവർക്കും മതിയായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് പറയുമ്പോൾ പ്രത്യേകം നമുക്ക് ഓർമ്മ വരുന്നത്, ഈ പള്ളിക്ക് വേണ്ടി സ്ഥലമെടുക്കുന്ന സമയം മുതൽ ഇതിന്റെ കൂടെ കാര്യമായി ഓടി നടന്ന ഒരു വ്യക്തിത്വമായിരുന്നു അബ്ദുൽ ഖാദർ സാഹിബ്. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പരലോക ജീവിതം അള്ളാഹു ഐശ്വര്യപൂർണ്ണമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മെയും അദ്ദേഹത്തെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വിശിഷ്യ റമദാൻ കാലത്തെ നോമ്പുതുറ, അതുമായി സഹകരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമുക്ക് നമ്മുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന ആ മുറ്റം സത്യത്തിൽ നമ്മുടെ പള്ളിയുടേതായിട്ടില്ല. അതിനുവേണ്ടി നല്ല മനസ്സ് കാണിച്ച് നമ്മളോട് സഹകരിക്കുന്ന ആ സ്ഥലം ഉടമക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ നമുക്കതുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ തീർക്കാൻ കളക്ഷനുകൾ എടുക്കേണ്ടി വരും. നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത്, അതിന്റെ ഒരു വിഹിതം ഈ നല്ല കാര്യങ്ങളുമായി ഒരു ജാരിയായ സദഖ എന്ന രീതിയിൽ അതിലേക്ക് കൊടുക്കുവാൻ മനസ്സുണ്ടാകണമെന്നുകൂടി സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു അവൻ നൽകിയിട്ടുള്ള സർവ്വ നിഅമത്തുകളും അനുഗ്രഹങ്ങളും പടച്ചറബ് തൃപ്തിപ്പെടുന്ന നന്മകൾക്ക് വേണ്ടി വിനിയോഗിക്കുവാനുള്ള മനസ്സുകൂടി, ഹൃദയ വിശാലത കൂടി നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ പരലോകത്ത് ശാപമായി, പ്രയാസമായി
ഭവിക്കാതെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, ആദർശ ബന്ധുക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും പടച്ചറബ്ബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد